ശ്ശടാ, കുറ്റ്യാടിയിലെ ആ വേദിയിലെ ദൃശ്യം നിങ്ങൾ കണ്ടതാണല്ലോ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കുറ്റ്യാടിയിൽ സംഭവിച്ചത് ഷാഫി സംസാരിക്കുന്നില്ല എന്ന് പറയുന്നതാണത്രേ. നമ്മൾ പറയാറില്ലേ, ചിലയിടങ്ങളിൽ എല്ലാം മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ടാകും. പക്ഷേ കോൺഗ്രസിന്റെ ഈ വേദിയിൽ സംബന്ധിക്കുന്നിടത്തോളം തൊട്ടടുത്തിരുന്ന് ഒരാൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആര്? ആ മൈക്ക്. ആ മൈക്ക് കേട്ടതിന്റെ ഓഡിയോ അവിടുത്തെ സ്പീക്കറുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആ സ്പീക്കറിലൂടെ പുറത്തു വന്ന ഓഡിയോ നാട്ടുകാർ കേട്ടതിന് ശേഷം ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സതീശൻ വിശദീകരിക്കുന്നുണ്ട്. അതോടുകൂടി നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഒരു നുണേശനെ നമ്മൾക്ക് അവിടെ കാണാം. അപ്പോൾ ആദ്യം എന്താണ് കുറ്റ്യാടിയിൽ സംഭവിച്ചത് എന്നതിൻ്റെ മൈക്ക് ചതിച്ച് പുറത്തേക്ക് വന്ന ഓഡിയോ കേൾക്കൂ. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. വിളിച്ചു കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അല്ല ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ കണ്ടല്ലോ, ഷാഫിയെ സംസാരിക്കാൻ വിളിക്കാതെ സതീശനെ വിളിച്ചതിൽ നേതാക്കൾക്കിടയിലും ഷാഫിക്ക് നീരസമുണ്ടാകുന്നു. അതിൻ്റെ അടക്കം പറച്ചിൽ ആണ് ഓഡിയോയിലൂടെ ഈ പുറത്തു വന്ന് കേൾക്കുന്നത്. ഇങ്ങനെ നഗ്നമായ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിശദീകരണങ്ങൾ, എന്തെല്ലാം ന്യായീകരണങ്ങൾ. ഈ നാട്ടിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ അവരെല്ലാം വെറും കഴുതകളാണ്, ഞങ്ങൾ മികച്ച രീതിയിൽ ക്യാമറകൾക്ക് മുന്നിൽ പെർഫോം ചെയ്തും മൈക്കുകൾക്ക് മുന്നിൽ ഡയലോഗും അടിച്ചാൽ സത്യം സത്യമല്ലാതായി മാറുമെന്നാണ് ഇവർ കരുതുന്നത്. അവിടെയാണ് നിങ്ങൾ ഇന്നിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സതീശന്റെ വിശദീകരണം കൂടി കേൾക്കണം. കാര്യം എന്ത് സംഭവിച്ചാലും നാട്ടുകാരുടെ മുന്നിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വന്നിരുന്ന് പച്ച നുണ വച്ചങ്ങ് കാച്ചുക. അതോടുകൂടി ഈ മണ്ടന്മാരായിട്ടുള്ള ഞങ്ങളുടെ അണികൾ അത് കണ്ണടച്ച് വിശ്വസിച്ചോളും. അപ്പോൾ ഓഡിയോ നിങ്ങൾ കേട്ടു. ഇനി ഈ വിഷയത്തിലെ ആ വെടിപ്പ് ന്യായീകരണം ഒന്ന് കേട്ടെ. അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ? എനിക്ക് മാധ്യമങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇല്ലാത്തൊരു കാര്യം ഞങ്ങളെല്ലാം നിൽക്കുമ്പോഴല്ല ഊതി വീർപ്പിക്കണത്. ഞങ്ങളെ സമയം വളരെ വൈകിയപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് പറഞ്ഞത്, ഇനി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, വേഗം പോട്ടെ. ഞാൻ ഇന്നലത്തെ അവസാനത്തെ ബാലുശ്ശേരിയിലെ പരിപാടി എൻ്റെ അവസാനിക്കുന്നത് 9:58 എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത്. ഞാൻ ഒരു വിധത്തിലാണ് കാരണം ഈ തിരക്ക് കാരണം, ജാഥയിലെ ആളുടെ പ്രശ്നവും കാരണം, ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നില്ല, വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനം പിടിച്ചു മാറ്റിയ. പിന്നെയും ഇന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണില്ലത്രേ. നിങ്ങളെ അത് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഉന്തും തള്ളലും ഉണ്ടാകുമ്പോൾ കസേരയിൽ ഇരിക്കുന്ന മുല്ലപ്പള്ളി ചാടി എണീക്കുകയും പിന്നെ എന്ത് സംഭവിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ. ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. അതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട മാധ്യമം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുത്തു. ഞാൻ പ്രസംഗിച്ചപ്പോൾ സീറ്റിലേക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കണ്ടല്ലോ, എന്തൊരു ബെടായിടിയാണ് നോക്കൂ. സംഭവിച്ച കാര്യത്തെ ഇല്ല എന്ന് സമർത്ഥിക്കാനും അത് കണ്ടിട്ട് അതേപടി വിശ്വസിക്കാനും തയ്യാറാകുന്ന ഈ അടിമകൾ എന്ന വാക്കിൻ്റെ അർത്ഥം. കാര്യം ചോദ്യങ്ങൾ ഉയരണമെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ നിങ്ങൾ പറയുന്നത് പച്ച കള്ളമാണെന്നും കണ്ണാലെ കണ്ട കാര്യവും ചെവിയാലെ കേട്ട കാര്യവുമാണ്. അങ്ങനത്തെ സംഭവത്തിൽ പോലും നേതാക്കന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറാകുന്ന യഥാർത്ഥ അടിമകൾ ആരാണ്? ഇങ്ങനെയുള്ളവരാണ് ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ അണികൾ എന്ന് പറയുന്നത്. 10 പൈസയുടെ ചിന്താശേഷിയില്ല,
കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാകത്തുമില്ല. ഇത് രണ്ടും കൂടി മിശ്രിതമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദഗ്ധരായിട്ടുള്ള മണി ചെയിൻ പണി നടത്തിയിട്ടുള്ള സതീശന് കൃത്യമായിട്ട് അറിയാം എങ്ങനെ വേണം ഇവരെ കൊണ്ടുപോകാൻ. അവരുടെ മുന്നിൽ അഭിനയിച്ച് തകർത്ത് നല്ല ഡയലോഗ് കൂടി കാച്ചിയാൽ നമ്മുടെ അണികൾ സ്വാഹ. ആ സ്വാഹ ഡയലോഗിനെയാണ് തുടക്കത്തിൽ കേൾപ്പിച്ചതുപോലെയുള്ള ഈ ഓഡിയോയിലൂടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. വിളിച്ചു കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അല്ല അല്ല ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ